ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, അർത്ഥം, കളിക്കളം, കനൽക്കാറ്റ്, ഗോളാന്തര വാർത്ത, നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത് തുടങ്ങി 8ഓളം ചിത്രങ്ങളാണ് മമ്മൂട്ടി സത്യനന്തിക്കാട് കൂട്ടുകെട്ടിൽ പിറന്നത്. മോഹൻലാൽ നായകനായ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സത്യനന്തിക്കാട് ചിത്രത്തിലും മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയിരുന്നു. 1997 പുറത്തിറങ്ങിയ ഒരാൾ മാത്രമായിരുന്നു ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം. SN സ്വാമി കഥയും തിരക്കഥയും നിർവഹിച്ച ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം തിലകൻ, ശ്രീനിവാസൻ, സുധീഷ്, ശ്രുതി, പ്രവീണ, കാവ്യമാധവൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. മോഹൻലാലിനെയും ജയറാമിനെയും നായകനാക്കി സത്യനന്തിക്കാട് ഒട്ടേറെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിക്കൊപ്പം വല്ലപ്പോഴും മാത്രമാണ് ചിത്രങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ നീണ്ട 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ വാർത്ത ഇപ്പോൾ സത്യനന്തിക്കാട് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. വാർത്ത നിഷേധിക്കുന്നില്ലെന്നും മമ്മൂട്ടിയുമായി ഒരു ചിത്രം ചെയ്യാനുള്ള ആലോചനയിലാണെന്നും അദ്ദേഹം പറയുന്നു. വ്യത്യസ്തമായ ഒരു കുടുംബകഥയുമായി വേണം മമ്മൂട്ടിക്കൊപ്പമുള്ള തിരിച്ചുവരവെന്നാണ് തന്റെ ആഗ്രഹമെന്നും സത്യനന്തിക്കാട് വ്യക്തമാക്കി. ഫഹദ് ഫാസിലിനെ നായകനാക്കി ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്തിക്കാട് ഒരുക്കിയ ഞാൻ പ്രകാശൻ തിയേറ്ററുകളിൽ വമ്പൻ വിജയമാണ് നേടിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സത്യനന്തിക്കാടും ശ്രീനിവാസനും ചേർന്നപ്പോൾ പിറന്നത് ഒരു മികച്ച ചിത്രമായിരുന്നു. ഇപ്പോഴിതാ ഈ വർഷം അത്തരത്തിൽ മറ്റൊരു ഒത്തുകൂടൽ കൂടി ആരാധകർക്ക് പ്രതീക്ഷിക്കാമെന്ന സൂചന നൽകിയിരിക്കുകയാണ് സത്യനന്തിക്കാട്. ഞാൻ പ്രകാശിന് ശേഷം താൻ ഒരുക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയേക്കുമെന്നാണ് സത്യനന്തിക്കാട് പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഞങ്ങൾ തമ്മിലുള്ള സിനിമകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ്. പല കഥാപാത്രങ്ങളും മമ്മൂട്ടിക്ക് യോജിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കളിക്കളവും അർത്ഥവും ഗംഭീര വിജയമായിരുന്നു. മമ്മൂട്ടിയും കൂടി നിർമ്മാണ പങ്കാളിയായ ചിത്രമായിരുന്നു നാടോടിക്കാറ്റ്. മമ്മൂട്ടിയെ വെച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്ട് മനസ്സിലുള്ളതായും സത്യനന്തിക്കാട് അറിയിച്ചു. ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് SN സ്വാമിയാണെന്നും സൂചനകളുണ്ട്. ഒരാൾ മാത്രം എന്ന സത്യനന്തിക്കാട് ചിത്രമായിരുന്നു മൂവരും ഒന്നിച്ച അവസാന ചിത്രവും. കുടുംബ ചിത്രങ്ങളുടെ പ്രിയ സംവിധായകൻ സത്യനന്തിക്കാടിന്റെ ഈ ചിത്രം ഈ വർഷം തന്നെ പുറത്തിറങ്ങുമെന്നാണ് സിനിമാ ലോകത്തെ വാർത്ത. 1997 ഒരാൾ മാത്രം സംഭവിച്ചത്. ആ സിനിമയാണ് മമ്മൂട്ടി സത്യൻ കൂട്ടുകെട്ടിൽ അവസാനം പിറന്നതും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.